Today we are discussing a new chapter, that is income from salary. We know, as considering an individual, there are 5 sources of income, that is income from salary, income from house property, income from PGPP, income from capital gain, and income from other source. Today we are discussing first source of income, that is income from salary. Under Income Tax Act 1961, Section 15 to 17 deals with the term salary or salary income. First of all, what do you mean by salary? A salary means any remuneration paid by the employer to his employee in consideration of his service. It also includes any benefits or facility provided by the employer. Okay. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇൻകം ടാക്സിലെ ഇൻകം ഫ്രം സാലറി ആണ്. ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 5 സോഴ്സുകളിൽ നിന്നാണ് ഇൻകം ലഭിക്കുക. പ്രധാനമായിട്ടും അത് ഇൻകം ഫ്രം സാലറി ആകാം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആകാം, ഇൻകം ഫ്രം പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓർ ബിസിനസ് ഓർ പ്രൊഫഷൻ ആകാം, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആകാം, ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിരിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻകം ഫ്രം സാലറി. ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 15 to 17 വരെയുള്ള ആർട്ടിക്കിളുകളാണ് അല്ലെങ്കിൽ സെക്ഷൻസുകളാണ് നമ്മളെന്ത് പറയുന്നത് സാലറിയെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുള്ളത് പരാമർശിച്ചിട്ടുള്ളത്. അവിടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എംപ്ലോയി കൊടുക്കുന്ന പ്രതിഫലങ്ങളായിരിക്കാം. അയാൾ നമുക്ക് നൽകിയിട്ടുള്ള സേവനങ്ങൾക്കോ തൊഴിലിനോ നമ്മൾ അയാൾ കൊടുക്കുന്ന ഒരു പ്രതിഫലം, ആ പ്രതിഫലത്തിന് പകരം അയാൾ കൊടുക്കുന്ന എന്തെങ്കിലും ബെനിഫിറ്റ്സും ഫെസിലിറ്റീസും എന്തിൽ ഉൾപ്പെടുന്നതാണ്, സാലറിയിൽ ഉൾപ്പെടുന്നതാണ്. ഫോർ ആൻ എക്സാമ്പിൾ, ഞാൻ ഒരു എംപ്ലോയിയാണ്, ഒരു കമ്പനിയിലെ എംപ്ലോയിയാണ്. എനിക്ക് 2000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ മാസം സാലറി ഉണ്ട്. പ്ലസ് അതുകൂടാതെ എനിക്ക് കമ്പനി ഒരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു എക്സ്ട്രാ ഫെസിലിറ്റി ആയിട്ട് പരിഗണിക്കും. പക്ഷേ ആ ഫെസിലിറ്റിയുടെ എമൗണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, മോണിറ്ററി വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, സാലറി എന്ന് പറയുന്ന ഗണത്തിൽ ഉൾപ്പെടുത്തും. അതാണ് ഇൻകം ടാക്സ് പ്രകാരം സാലറി എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ആ ബേസിക് പേ മാത്രമല്ല സാലറി ആയിട്ട് പരിഗണിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ 15. സെക്ഷൻ 15, ആസ് പെർ സെക്ഷൻ 15, salary means the salary due from an employer or former employer in the previous year. ഓക്കെ, നമ്മുടെ സാലറി ഡ്യൂ ആയാൽ മതി. സാലറി നമ്മുടെ എംപ്ലോയർ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നിലവിലുള്ള എംപ്ലോയർക്ക് പുറമെ ഫോർമർ എംപ്ലോയർ കയ്യിൽ നിന്നോ നമുക്ക് എന്തെങ്കിലും സാലറി ഡ്യൂ ആയിക്കഴിഞ്ഞാൽ ഇൻ ദി പ്രീവിയസ് ഇയറിൽ നമ്മുടെ മുൻകാലങ്ങളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റ് പ്രീവിയസ് ഇയറിൽ നമുക്ക് എന്തെങ്കിലും സാലറി ഡ്യൂ ആയിക്കഴിഞ്ഞാൽ അതെന്തായിട്ട് പരിഗണിക്കും, നമ്മൾ സാലറി ആയിട്ട് പരിഗണിക്കും. അതുപോലെ നമുക്ക് ഇനി വരാനുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് എന്തെങ്കിലും അഡ്വാൻസ് ആയിട്ട് നമ്മൾ സാലറി വാങ്ങിക്കഴിഞ്ഞാൽ ആ സാലറി നമ്മൾ എന്തായിട്ട് പരിഗണിക്കും, നമ്മുടെ സാലറി എന്ന് പറയുന്ന ഗണത്തിൽ ഉൾപ്പെടുത്തും. നോക്കുന്നത് അരിയർ ഓഫ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എനിക്കൊരു 20,000 രൂപയാണ് മാസം സാലറി. പക്ഷേ എനിക്ക് 15,000 രൂപയെ കഴിഞ്ഞ മാസം കിട്ടിയുള്ളൂ. ഒരു 5,000 രൂപ എന്തായിട്ട് നിൽക്കുന്നുണ്ട്, അരിയറായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും അരിയർ ഓഫ് സാലറി എനിക്ക് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ കിട്ടുവാണെങ്കിൽ അത് ആ പ്രീവിയസ് ഇയറിൽ എന്തായിട്ട് പരിഗണിക്കും, സാലറി ആയിട്ട് പരിഗണിക്കും. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇഫ് നോട്ട് ചാർജ്ഡ് ടു ടാക്സ് എനി പ്രീവിയസ് ഇയർ. മുമ്പെയുള്ള ഒരു പ്രീവിയസ് ഇയറിലും അതിന് എന്തായിട്ട് പരിഗണിക്കരുത്, ഇൻകം ടാക്സ് പ്രകാരം ചാർജ് ചെയ്ത് കാണിക്കരുത്. അതായത് ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കരുത്, കാണിക്കാത്ത ഒരു എമൗണ്ട് ആണെങ്കിൽ മാത്രമേ അതിന് അരിയർ ഓഫ് സാലറി കൊടുത്തുള്ളൂ. നേരെ മറിച്ച് ഞാൻ അന്നും 20,000 രൂപയാണ് ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിച്ചിട്ടുള്ളതെങ്കിൽ അത് എന്തായിട്ട് പരിഗണിക്കില്ല, ഈ വർഷം അതിനെ ടാക്സിൻ്റെ പരിധിയിൽ പരിഗണിക്കില്ല. അപ്പോൾ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരത്തിലാണ് വരുന്നത് സെക്ഷൻ 15 പ്രകാരം. ഫസ്റ്റ് വൺ, ദ സാലറി ഡ്യൂ ഫ്രം ആൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ഇൻ ദി പ്രീവിയസ് ഇയർ നമുക്ക് കിട്ടാനുള്ള സാലറി അല്ലെങ്കിൽ നമുക്ക് ഡ്യൂ ആയിട്ടുള്ള സാലറി. അതല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അഡ്വാൻസ് സാലറി, പെയ്ഡ് ഓർ അലൗഡ്, നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള അഡ്വാൻസ് സാലറി എന്തെങ്കിലും പ്രീവിയസ് ഇയറിൽ അനുവദിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതും ആ പ്രീവിയസ് ഇയറിലെ സാലറി ആയിട്ട് പരിഗണിക്കും. അരിയർ ഓഫ് സാലറി ഇഫ് നോട്ട് ചാർജ് ടു എനി പ്രീവിയസ് ഇയർ, നമ്മൾ മുമ്പ് പ്രീവിയസ് ഇയറിലും പരിഗണിക്കപ്പെടാത്ത ഏതെങ്കിലും അരിയർ ഓഫ് സാലറി ഈ പ്രീവിയസ് ഇയറിൽ കിട്ടുവാണെങ്കിൽ അതും എന്തായിട്ട് പരിഗണിക്കും, നമ്മുടെ സാലറി ആയിട്ട് പരിഗണിക്കും. ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കുക. നമുക്ക് ഒരു വ്യക്തി, മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് പെർ മന്ത് സാലറി അല്ലെങ്കിൽ മന്ത്ലി സാലറി എന്ന് പറയുന്നത് 25,000 ആണ്. 25,000 ആണ്. ഈ 25,000 നമുക്ക് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ എന്തായിട്ട് പരിഗണിക്കും, അത് ആ പ്രീവിയസ് ഇയറിലെ സാലറി ആയിട്ട് പരിഗണിക്കും. കാരണം സാലറിയുടെ ബേസ് എന്ന് പറയുന്നത് ഡ്യൂ ഓർ റിസീപ്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ ആണ്. ഒന്നെങ്കിൽ എന്തായാൽ മതി, അത് ഡ്യൂ ആയാൽ മതി,
അതല്ലെങ്കിൽ എന്തായാൽ മതി, കിട്ടിക്കഴിഞ്ഞാൽ മതി. ഇതിൽ ഏതാണോ ആദ്യം നടക്കുന്നത് അതിനനുസരിച്ചാണ് എന്താകുന്നത്, സാലറി നമ്മൾ ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ മിസ്റ്റർ എക്ക് എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസവും ലാസ്റ്റ് ഡേയിലാണ് എന്ത് കിട്ടുന്നത്, സാലറി കിട്ടുന്നതെന്ന് വെക്കുക. ഓക്കെ, ലാസ്റ്റ് ഡേ ഓഫ് എവറി മന്താണ് എന്ത് കൊടുക്കുന്നത്, സാലറി കൊടുക്കുന്നത്. പക്ഷേ ഈ ഡിസംബറിൽ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഡിസംബറിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല, സാലറി കൊടുത്തിട്ടില്ല എന്ന് വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോലും ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ എന്തായിട്ട് പരിഗണിക്കും, അതിനെ ഇനി നമുക്ക് സാലറി കിട്ടിയതായിട്ട് പരിഗണിക്കും. കാരണം അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്യൂ ആയാൽ അതെന്തായിട്ട് പരിഗണിക്കും, സാലറി കിട്ടിയ പോലെ തന്നെ പരിഗണിക്കും. ഇനി അതല്ല, നമുക്ക് ഡിസംബറിലെ ആദ്യം ഡിസംബർ 15 തന്നെ സാലറി കിട്ടിയാലോ, അതും സാലറി കിട്ടിയതായിട്ട് പരിഗണിക്കും. കാരണം അവിടെ ഡ്യൂ ആവുന്നതിന് മുമ്പ് എന്ത് വന്ന് കിട്ടി, റിസീപ്റ്റ് കിട്ടി. അപ്പോൾ ഡ്യൂ ആണോ റിസീപ്റ്റ് ആണോ ആദ്യം, അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്, സാലറി തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അഡ്വാൻസ് സാലറിയെ പ്രീവിയസ് ഇയർ സാലറി ആയിട്ട് പരിഗണിക്കുന്നത്. ശരിക്കും അഡ്വാൻസ് സാലറി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തെ ഇൻകം അല്ല. പക്ഷേ ഇൻകം ടാക്സിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഡ്യൂ ഓർ റിസീപ്റ്റ് ബേസിസ്. അപ്പോൾ റിസീപ്റ്റ് കിട്ടിയാലും അത് എന്തായിട്ട് പരിഗണിക്കും, അതായത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും എന്തായിട്ട് പരിഗണിക്കും, അതിനെ ഇൻകം ആയിട്ട് അങ്ങ് പരിഗണിക്കും. ഇനി അരിയർ ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കിട്ടാനുള്ള പണമാണ്. അപ്പോൾ നമ്മളിവിടെ മന്ത്ലി സാലറി 25,000 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 25,000 × 12 ചെയ്താൽ ആ വർഷത്തെ അല്ലെങ്കിൽ ആ പ്രീവിയസ് ഇയറിലെ സാലറി കിട്ടി. ഇനി എനിക്ക് ഈ ഒരു 5,000 രൂപ അഡ്വാൻസ് വാങ്ങിയിരുന്നു, അതും എന്തായിട്ട് പരിഗണിക്കും, ഈ വർഷത്തെ ഈ നമ്മുടെ പ്രീവിയസ് ഇയറിൽ എന്തായിട്ട് പരിഗണിക്കും, സാലറി ആയിട്ട് പരിഗണിക്കും. കാരണം നമ്മളെ ഡ്യൂ ഓർ റിസിപ്റ്റ് ബേസ് ആയതുകൊണ്ട് സാലറി കിട്ടിയല്ലോ, അതുകൊണ്ട്. നെക്സ്റ്റ് അരിയർ എന്തായിട്ട് പരിഗണിക്കില്ല, നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം എന്തായിട്ട് പരിഗണിക്കുള്ളൂ, ഇവിടെ കാണിക്കുള്ളൂ. ഇനി അരിയർ ഓഫ് സാലറി അലോവ്ഡ് ഓർ പെയ്ഡ് ടു ഹിം ബൈ എൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ഇൻ ദി റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ഓക്കെ, അപ്പോൾ എനിക്ക് കഴിഞ്ഞ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസം ഒരു 10,000 രൂപ കിട്ടാനുണ്ടായിരുന്നു. പക്ഷേ ആ 10,000 രൂപ എന്ത് ചെയ്യാണ്, ഈ പ്രീവിയസ് ഇയറിൽ എനിക്ക് കിട്ടുവാണ്, 10,000 രൂപ കിട്ടുവാണ്. ആ 10,000 രൂപയ്ക്ക് ഞാൻ മുന്നേ എപ്പോഴും എന്ത് കൊടുത്തിട്ടില്ല, ടാക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ വർഷം എന്തായിട്ട് പരിഗണിക്കും, എൻ്റെ സാലറി ആയിട്ട് പരിഗണിക്കും. അപ്പോൾ എൻ്റെ സാലറി എന്ന് പറയുന്നത് 25,000 × 12 ഗുണം എമൗണ്ട്, ദാറ്റ് ഈസ് 3 lakh വരുന്ന എമൗണ്ട്, പിന്നെ നമ്മുടെ 5,000, പിന്നെ നമ്മുടെ 10,000, ഇത് മൂന്നും ആഡ് ചെയ്താൽ വരുന്ന 3,15,000 rupees ആയിരിക്കും എന്ത് പറയുന്നത്, എൻ്റെ ടോട്ടൽ അല്ലെങ്കിൽ എൻ്റെ സാലറി എന്ന് പറയുന്നത്.